ഓവനിലും ഓവനില്ലാതെയും തയ്യാറാക്കി എടുത്തിട്ടുള്ള ചോക്ലേറ്റ് ചിപ്പ് കുക്കീസിൻ്റെ വീഡിയോ ആണ് ഇന്നിവിടെ ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വളരെ ഈസിയാണ് തയ്യാറാക്കാനായിട്ട്. ഇതിനായിട്ട് ഞാനിവിടെ ഒരു ക്ലീൻ ആയിട്ടുള്ള ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ ഇട്ട് കൊടുക്കാം. 1/2 കപ്പ് എന്ന് പറയുമ്പോൾ 114 ഗ്രാം വെയിറ്റ് വരുന്നുണ്ട്. ഈ ഒരു സ്റ്റേജിലുള്ള ബട്ടറാണ്. ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത പാടൊന്നും ഉപയോഗിക്കരുത്. ഇതിലേക്ക് 1/4 കപ്പ് ബ്രൗൺ ഷുഗർ ചേർത്തിട്ടുണ്ട്. അതുപോലെ 1/2 കപ്പും 2 ടേബിൾ സ്പൂണും സാധാരണ നോർമൽ ഷുഗറും ചേർത്തിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ ഉപ്പും. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഹാൻഡ് വിസ്ക് വെച്ചോ ഇതുപോലെ ഇലക്ട്രിക് ബീറ്റർ വെച്ചിട്ടോ എങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം. പിന്നെ ഈ ഷുഗറിൻ്റെ അളവ് നിങ്ങൾക്ക് ഇപ്പം ബ്രൗൺ ഷുഗർ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നോർമൽ ഷുഗർ തന്നെ യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ നോർമൽ ഷുഗറിൻ്റെ അളവ് ബ്രൗൺ ഷുഗറും ബ്രൗൺ ഷുഗറിൻ്റെ അളവ് നോർമൽ ഷുഗറുമായിട്ട് അങ്ങനെ വെച്ചിട്ടും ചെയ്യാം. നിങ്ങൾക്ക് നല്ല ഫ്ലേവർ വേണമെന്നുണ്ടെങ്കിൽ ബ്രൗൺ ഷുഗറിൻ്റെ അളവ് കൂട്ടി കൊടുത്താൽ മതി. അപ്പോൾ ഞാനിതിവിടെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 എഗ്ഗ് കൂടെ പൊട്ടിച്ച് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്യണം. എഗ്ഗ് വെച്ചിട്ടുള്ള റെസിപ്പിയാണ് ഞാനിവിടെ കാണിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള ഒരു എഗ്ഗാണ് ചേർത്തിട്ടുള്ളത്. ആ എഗ്ഗും നല്ലതുപോലെ റൂം ടെമ്പറേച്ചറിൽ എത്തിയതിന് ശേഷമുള്ളതായിരിക്കണം. ഫ്രിഡ്ജിൽ നിന്നൊന്നും എടുത്ത പാടുള്ളതാവരുത്. ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് എല്ലാം കൂടെ നല്ലതുപോലെ ഒന്നുകൂടെ മിക്സ് ആക്കി എടുക്കുക. ഒരുപാട് സമയം ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. മിക്സായിട്ട് വന്നാൽ മതി. ജസ്റ്റ് എല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് വരണം. അപ്പോൾ ഇതിവിടെ ഞാനിവിടെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഫ്ലോർ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1.5 കപ്പ് മൈദയാണ് ചേർക്കുന്നത്. അല്ലെങ്കിൽ ഓൾ പർപ്പസ് ഫ്ലോർ ചേർക്കാം. അതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർക്കുക. എന്നിട്ട് നല്ലതുപോലെ ഇതുപോലെ ആദ്യം നമ്മൾ ബീറ്റർ അല്ലെങ്കിൽ ഹാൻഡ് വിസ്ക് എന്താണെന്ന് വെച്ചാൽ അത് വെച്ചിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ബീറ്റ് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഫ്ലോറ് പെട്ടെന്ന് സൈഡിലേക്കൊക്കെ തെറിച്ച് പറന്ന് അങ്ങനെ പോകാനുള്ള ചാൻസ് ഉണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. ഫ്ലോറ് ശരിക്കും നമ്മളെ ബട്ടറുമായിട്ട് നല്ലതുപോലെ മിക്സ് ആയിട്ട് കിട്ടണം. അപ്പോൾ അതിനനുസരിച്ച് 1 മിനിറ്റൊക്കെ ബീറ്റ് ചെയ്ത് കൊടുക്കുക. ബീറ്റർ ഒരിക്കലും ഒരു മസ്റ്റായിട്ടുള്ള കാര്യമല്ല. ഒരു സ്പൂണോ അതല്ലെങ്കിൽ ഒരു ഹാൻഡ് വിസ്കോ എന്തെങ്കിലും വെച്ച് നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഞാനിപ്പോൾ എളുപ്പത്തിന് വേണ്ടി ബീറ്റർ ഉപയോഗിച്ചെന്ന് മാത്രം. ഇനി നമുക്ക് ഇതിലേക്ക് ചോക്ലേറ്റ് ചിപ്സാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ചോക്ലേറ്റ് ചിപ്സിൻ്റെ അളവ് 3/4 കപ്പ് മുതൽ 1 കപ്പ് വരെ നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ചേർത്തിട്ടുള്ള ഈ ചിപ്സ് ഇതിലേക്ക് ഒരു സ്പൂണ് സ്പാച്ചുല എന്തെങ്കിലും ഉപയോഗിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കുക. ഞാനിപ്പോൾ 1 കപ്പ് ചിപ്സ് എടുത്തതിൽ 3/4 കപ്പിലധികം ഇതിനകത്തേക്ക് ചേർത്തിട്ടുണ്ട്. ഒരല്പം മാറ്റി വെച്ചിട്ടുണ്ട്. അത് നമ്മൾ കുക്കീസ് ബേക്ക് ചെയ്യുന്നതിന് മുൻപായിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചതാണ്. അപ്പോൾ നമ്മൾ കുക്കീസ് ചേർത്തത് ഇതിൽ നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു ബേക്കിംഗ് ട്രേയിലേക്ക് മാറ്റാം. ആദ്യം ഞാൻ ഓവനിൽ ചെയ്യുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാനൊരു സ്കൂപ്പർ വെച്ചിട്ട് സ്കൂപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുകയാണ്. അതല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ട് ഒരേ വലുപ്പത്തിലുള്ള ഉരുളകളാക്കിയിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. സ്കൂപ്പർ വെച്ച് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ എളുപ്പമാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ കുറച്ച് നല്ല ഗ്യാപ്പ് ഇട്ടിട്ട് തന്നെ വെച്ച് കൊടുക്കുക. ഞാൻ ഇത്രയും ഗ്യാപ്പ് ഇട്ട് വെച്ചിട്ടും ബേക്കായിട്ട് വന്നപ്പോൾ തമ്മിൽ ഒട്ടിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബാറ്റർ വെച്ചിട്ട് നമുക്ക് ഒരു നോർമൽ സൈസിലുള്ള 1 ഡസൺ കുക്കീസ് ഉണ്ടാക്കിയെടുക്കാം. കുറച്ച് ചോക്കോ ചിപ്സ് ഇതിൻ്റെ മുകളിലും വെച്ച് കൊടുക്കുക. ഈ ചോക്കോ ചിപ്സ് ഞാനിവിടെ വീട്ടിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ്. ഈസിയാണ് തയ്യാറാക്കാനായിട്ട്. നമുക്ക് ചോക്ലേറ്റ്സ് വീട്ടിൽ വാങ്ങിയതുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് മെൽറ്റ് ചെയ്തിട്ട് ചിപ്സാക്കി മാറ്റിയാൽ മതി. ഇനി നമുക്കിത് പ്രീ ഹീറ്റ് ചെയ്തിട്ടുള്ള ഓവനിലേക്ക് വെച്ച് കൊടുക്കാം. 180 ഡിഗ്രിയിൽ പ്രീ ഹീറ്റഡ് ഓവനിൽ 15 മിനിറ്റാണ് ബേക്കിംഗ് ടൈം. അപ്പോൾ ഞാനിവിടെ ഓവൻ നേരത്തെ പ്രീ ഹീറ്റ് ആകാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. 15 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തെടുത്ത ഓവനാണ്. ഇതിൽ ഞാൻ മിഡിൽ റാക്കിൽ വെച്ചിട്ടാണ് ബേക്ക് ചെയ്തിട്ടുള്ളത്. ലോവർ റാക്ക് ആയാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഈ ഓവൻ ഇല്ലാതെ ചെയ്യുന്നത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു പ്ലേറ്റോ അതല്ലെങ്കിൽ ഒരു ബേക്കിംഗ് ട്രേയോ അതല്ലെങ്കിൽ ഒരു കേക്ക് ടിന്നോ എന്തെങ്കിലും ഒന്ന് എടുക്കുക. അതിലേക്ക് വേണമെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ ഒന്നാണെങ്കിൽ പ്രശ്നമില്ല. അല്ലാത്തതൊക്കെ ആണെങ്കിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ ഒരു ബട്ടർ പേപ്പർ വിരിക്കുക. എന്നിട്ട് ഇതുപോലെ
ഓരോ ബോൾസായിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ ഓവനില്ലാതെ എന്തിലാണോ നിങ്ങൾ ബേക്ക് ചെയ്യാൻ എടുക്കുന്നത്, കുക്കറോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അലുമിനിയത്തിൻ്റെ വെസലോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കുമല്ലോ എടുക്കുന്നത്, അതിനകത്തേക്ക് അത് ഒരു 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ചൂടാക്കി എടുക്കുക ആദ്യം. എന്നിട്ട് ഫ്ലെയിം മീഡിയത്തിലേക്ക് മാറ്റുക. അതിന് ശേഷം അതിനകത്തേക്ക് നമ്മൾ ഈ കുക്കീസിൻ്റെ ബാറ്റർ വെച്ചിട്ടുള്ള ട്രേ ഇറക്കി കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ച് 15 മിനിറ്റ്, അതല്ലെങ്കിൽ ഓവനിലാണെങ്കിൽ ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ട് ആയോ ആയില്ലെന്ന് അറിയാൻ ആ കുക്കീസിൻ്റെ സൈഡ് വശം ഒന്ന് ഗോൾഡൻ കളർ ആയിട്ടുണ്ടോ എന്ന് നോക്കിയാൽ മതി. അതാണ് കുക്കീസിൻ്റെ കറക്റ്റായിട്ടുള്ള കുക്കിംഗ് ആയിട്ടുണ്ടോ എന്നുള്ള അറിയാനുള്ള മെത്തേഡ്. ഇപ്പോൾ ഇത് നല്ല ഗോൾഡൻ കളർ സൈഡിലൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിത് പുറത്തേക്ക് എടുക്കാം. 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 17 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. ഓവനിലാണ് കറക്റ്റ് 14-15 മിനിറ്റ് കൊണ്ട് തന്നെ റെഡി ആയിട്ട് കിട്ടും, ടെമ്പറേച്ചർ കറക്റ്റ് ആണെങ്കിൽ. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള, ഞാൻ നേരത്തെ പറഞ്ഞു ഞാൻ കുറച്ച് വിട്ടിട്ട് വെച്ചിട്ട് പോലും കുറച്ച് ഫ്ലാറ്റായിട്ട് ഇങ്ങനെ വരന്ന് പോയിട്ടുണ്ടെന്ന്. അപ്പോൾ നല്ല ഗ്യാപ്പ് ഇട്ടിട്ട് തന്നെ വെച്ച് കൊടുക്കാം. പിന്നെ നമ്മൾ ഇതിൻ്റെ ബാറ്റർ റെഡിയാക്കുന്ന സമയത്ത് അതിൽ ബട്ടറിന് പകരം ഓയിൽ ചേർക്കാൻ പറ്റുമെന്ന് പലർക്കും ഡൗട്ട്സ് ഉണ്ടാവും. അപ്പം ബട്ടറല്ല നിങ്ങൾ ഓയിലാണ് ചേർക്കുന്നതെങ്കിൽ പിന്നെ അതിലേക്ക് 1/2 കപ്പിന് പകരം 1/3 കപ്പ് ഓയിലൊക്കെ ചേർത്താൽ മതി. കാരണം ബട്ടറിൽ കുറച്ച് ഒരു വാട്ടറിൻ്റെ ഒരു അംശം ഉണ്ടാവും. അപ്പോൾ അത് ബേക്കായി വരുമ്പോൾ അത് ഇവാപ്പറേറ്റ് ചെയ്തു പോകും. പക്ഷേ ഓയിലിൽ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ബട്ടറിനെ അപേക്ഷിച്ച് ഓയിൽ ചേർക്കുകയെന്നുണ്ടെങ്കിൽ അളവ് കുറച്ചാണ് എപ്പോഴും ചേർക്കേണ്ടത്. അപ്പോൾ വളരെ ഈസിയാണ്. ഓവൻ ഉള്ളവർക്കും ഓവൻ ഇല്ലാത്തവർക്കൊക്കെ റെഡിയാക്കി എടുക്കാൻ പറ്റും. നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്ന അതിനേക്കാട്ടിലും ടേസ്റ്റാണ് നമ്മൾ വീട്ടിലുണ്ടാക്കിയെടുക്കുമ്പോൾ. നമുക്ക് ധൈര്യമായിട്ട് കഴിക്കാം, കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. ഗസ്റ്റൊക്കെ വരുമ്പോൾ സെർവ് ചെയ്യാനും പറ്റും. നമുക്കിത് നല്ലതുപോലെ തണുത്തതിന് ശേഷം ഈ നമ്മൾ മുകളിൽ വെച്ചിട്ടുള്ള ചോക്ലേറ്റ് ചിപ്സൊക്കെ മെൽട്ടായിട്ടാണ് ഉണ്ടാവുക. അതൊക്കെ നല്ല ഹാർഡായതിന് ശേഷം ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിലിട്ട് സൂക്ഷിച്ച് വെച്ചാൽ മതി. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ആൻഡ് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.